പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി, ആദ്യം മുതൽ ഇന്നും വന്നേക്കും തന്നെ. ആമീൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ലോകം മുഴുവനുള്ള ശാലോമിൻ്റെ പ്രേക്ഷകരായ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, യുവതിവാക്കന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും നല്ല സന്ധ്യാവന്ദനം നിങ്ങളെ അറിയിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് പാപം വർദ്ധിച്ചെടുത്ത് കൃപ വർദ്ധിച്ചു എന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന റോമാലേഖനത്തിൽ പൗലോസ്ലീഹ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ്. അതിൻ്റെ കുറേ തുടർച്ചയായി നമ്മൾ കണ്ടു. അവിടെയെല്ലാം വീണ്ടും വീണ്ടും രേഖപ്പെടുത്തിയത് റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. 5-ാം വാക്യം പറയാം, പാപം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശം ചെയ്തു, എന്നാൽ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. അപ്പോൾ നമ്മൾ ചിന്തിച്ചതെല്ലാം പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി നിയമം പാലിച്ചവരാണ്. എന്നാൽ നിയമം രംഗപ്രവേശം ചെയ്തപ്പോൾ പാപം വർദ്ധിക്കുകയാണ് ചെയ്തത്. കൃപ വന്നപ്പോൾ പാപം ഇല്ലാതായത്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ കൃപയിലായിത്തീരുക. ഓരോ ക്രൈസ്തവൻ്റെയും ലക്ഷ്യം കൃപയിലായിത്തീരുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ വീണ്ടും നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്ന വേദഭാഗങ്ങൾ റോമാലേഖനം 6-ാം അധ്യായം 15 തൊട്ടുള്ള വാക്യങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കാൻ പോകും. ഇവിടെ പറയുകയാണ്, അതുകൊണ്ടെന്ത് നാം നിയമത്തിന് കീഴ്പ്പെട്ടവരല്ല കൃപയ്ക്ക് കീഴ്പ്പെട്ടവരാണ് എന്നതുകൊണ്ട് നമുക്ക് പാപം ചെയ്യാമോ? ആദ്യത്തെ ചോദ്യമാണ്. പൗലോസ്ലീഹ ചോദിക്കുകയാണ്, നമ്മൾ നിയമത്തിന് കീഴ്പ്പെട്ടവരല്ല കൃപയ്ക്ക് കീഴ്പ്പെട്ടവരാണ് എന്നതുകൊണ്ട് നമുക്ക് പാപം ചെയ്യാൻ സാധിക്കുമോ? അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നിയമം രംഗപ്രവേശം ചെയ്തത് പാപത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്, പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ആദിമ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന് മോശയിലൂടെ ദൈവം കൽപ്പന കൊടുത്തത് അവർ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കൽപ്പനകളിലൂടെ അവർ എന്ത് ചെയ്യണം? എന്താണ് പാപം തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മാറി നിൽക്കണം. ഇതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതുകൊണ്ടാണ് സഭ നമുക്ക് നിയമം തന്നപ്പോഴും ദൈവത്തിൻ്റെ കൽപ്പനകൾ നിയമമായിട്ട് തന്നപ്പോഴും എല്ലാം ദൈവത്തിൻ്റെ ഏക ലക്ഷ്യമുള്ള എന്താണ്? ഈ ദൈവജനം, എന്നെ ആരാധിക്കുന്ന ദൈവജനം എന്ത് ചെയ്യണം? അവർ ദൈവത്തിൻ്റെ വചനം പാലിച്ച് ജീവിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് കൽപ്പനകൾ നമുക്ക് തന്നത്. എന്നാൽ നമുക്കറിയാം, ഈ കാലഘട്ടങ്ങളിൽ കൽപ്പനകൾ നമുക്ക് ഭാരമായി മാറുന്നു. അത് സഭയുടെ കൽപ്പനയാണെങ്കിലും ഒരു പക്ഷേ നമ്മൾ താമസിക്കുന്ന രാജ്യത്തിൻ്റെ നിയമങ്ങൾ പോലും നമുക്ക് വലിയ ബാധ്യതയായി മാറുകയാണ്. ആർക്കാണ് ബാധ്യതയാകുന്നത്? നിയമം ലംഘിക്കുന്നവന്, നിയമലംഘനം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തായിത്തീരുകയാണ്? ഇതൊരു ഭാരമായിട്ട് മാറുകയാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ പലപ്പോഴും ആരും അറിയാതെ അല്ലെങ്കിൽ ആരുടെയും കാഴ്ചയിൽ പെടാതെ നിയമം ലംഘിക്കാൻ നമ്മൾ എത്രയോ മിടുക്കറാണ്. ഇനി അങ്ങനെ നിയമം ലംഘിക്കുന്നവരെ സംരക്ഷിക്കാൻ തന്നെ എത്രയോ പാടുപെടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതിനുവേണ്ടി തന്നെ നിയമത്തിൻ്റെ കുറുക്കു വഴികൾ, അതിലെ ലൂപ്പ് ഹോൾസ് വരെ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള മാർഗം നമുക്ക് ഗൈഡ് ചെയ്യാൻ ഈ കാലഘട്ടത്തിലെ ആളുകളുണ്ട്, അതിന് പ്രൊമോട്ട് ചെയ്യാൻ ആളുകളുണ്ട്. ഇവിടെ എല്ലാം ഈ സംഭവം നിലനിൽക്കുമ്പോൾ വചനം പറയുകയാണ്, നമ്മൾ നിയമത്തിന് കീഴ്പ്പെട്ടവരല്ല കൃപയ്ക്ക് കീഴ്പ്പെട്ടവരാണ്. കാരണം ഒരു മനുഷ്യൻ മൂലം, 5-ാം അധ്യായത്തിലെല്ലാം പറയും, ഒരു മനുഷ്യൻ മൂലം പാപം ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ മറ്റൊരു മനുഷ്യൻ, 2-ാം ആദം എന്ന് പറയുന്ന യേശുക്രിസ്തുവിലൂടെ എന്ത് കടന്നു വരുന്നു? രക്ഷ കടന്നു വരും. അപ്പോൾ നമ്മുടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരിക. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു വ്യക്തി നിയമം പാലിച്ചുകൊണ്ട് കൃപയിലായി തീർന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുക. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ആഗ്രഹം. അതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ചില സന്ദർഭങ്ങളിൽ നിയമത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സഭ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ എന്താണ്? നമ്മൾ കൃപയിലായി തീർന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേരും. ഇവിടെ പൗലോസ്ലീഹ ചോദിക്കാൻ, നമ്മൾ കൃപയിലാണിപ്പോൾ. ഒരു ക്രൈസ്തവൻ മാമോദിസ മുങ്ങി യേശുക്രിസ്തുവിൽ ഒന്നായി തീർന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് കൃപയിലാണ്. നമുക്കറിയാം, റോമാലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലെല്ലാം കാണുന്നതാണ്. 6:3 കാണുന്നതാണ്. നമ്മൾ യേശുക്രിസ്തുവിനോട് കൂടെ ഐക്യപ്പെടാൻ വേണ്ടിയിട്ടാണ് മാമോദിസ സ്വീകരിച്ചെന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചു കേട്ടതാണ്. അപ്പോൾ അങ്ങനെ യേശുക്രിസ്തുവുമായി ഐക്യപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി കൃപയുടെ കീഴിലാണ്. നിയമത്തെക്കാളും വലുത് കൃപയാണ്. കൃപയുടെ അങ്ങനെയുള്ള വ്യക്തിക്ക് പാപം ചെയ്യാമോ? ഇവിടെ ചോദ്യം ചോദിക്കുക, പൗലോസ്ലീഹ ചോദിക്കുക. എന്നിട്ട് പറയാം, ഒരിക്കലും പാടില്ല. നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവൻ്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? അതിന് ഉത്തരം കൂടിയും പറയാം, ഒരിക്കലും പാടില്ല. നോ. ആ ചോദ്യത്തിന് ഉത്തരം നോ ആണ്.
നമ്മൾ കൃപയുടെ കീഴിലായതുകൊണ്ട് നമുക്ക് പാപം ചെയ്യാൻ പാടില്ല, ഒരിക്കലും പാടില്ല. പിന്നീട് ചോദിക്കുക, നമ്മൾ ഒരാൾക്ക് അടിമയായി, ഒരാൾ നിങ്ങൾ തന്നെ ഒരു ദാസനായി നമ്മൾ വിട്ടുകൊടുത്താൽ ആർക്കാണോ നമ്മൾ ദാസൻ, ആ യജമാനൻ നമ്മൾ എന്താണ്, അടിമകളാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അപ്പം നമ്മൾ ആരുടെ അടിമയാണ്? അവരുടെ ചോദ്യമാണ്, ഞാൻ ആരുടെ അടിമയാണ്? ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ തന്നെ കണ്ടെത്തണം. കാരണം ഞാൻ ആരെയാണോ യജമാനനായി കാണുന്നത്, ആ യജമാനൻ്റെ ദാസനും അടിമയുമാണ് ഞാൻ. നീ ക്രിസ്തുവിനെ യജമാനായി കണ്ടാൽ നീ ക്രിസ്തുവിൻ്റെ ദാസനാണ്. നീ മറിച്ച് ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും അധിപനെ, ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും സൃഷ്ടവസ്തുക്കളെയാണ് നീ യജമാനായി കാണുന്നതെങ്കിൽ നീ അതിൻ്റെ അടിമയാണ്. അപ്പോൾ നമ്മൾ സ്വയം വിലയിരുത്തുക, നമ്മൾ നിയമത്തിന് കീഴിലാണോ കൃപയ്ക്ക് കീഴിലാണോ? കൃപയുടെ കീഴിലാണെങ്കിൽ നമ്മൾ ആരുടെ അടിമയാണ്? യേശുക്രിസ്തുവിൻ്റെ ആണോ അതോ ഈ ലോകത്തിൻ്റെ അധിപൻ്റെ കീഴിലാണോ? ഈ ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ പ്രിയമുള്ളവർ. കാരണം നമുക്കറിയാം, ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഏത് രീതിയിലും ഏത് വിധേനയും ലോകത്തിൻ്റെ അടിമകളാക്കി മാറ്റാൻ വേണ്ടി പല രീതിയിലും പല സന്ദർഭങ്ങളും നമ്മളെ വേട്ടയാടുന്ന വേട്ടപ്പെട്ടിയെ പോലെ നമ്മുടെ ചുറ്റുപാടും പാപവും പാപാന്തരീക്ഷം നിലനിൽക്കുക. നമ്മുടെ ചെറു പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ വരെ വഴിതെറ്റിക്കുന്ന തലത്തിലേക്ക് ഈ ലോകം അധിപതിച്ച് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ആരുടെയെങ്കിലും എന്തിൻ്റെങ്കിലും അടിമയായി തീരാൻ വളരെ സാധ്യതയേറെയാണ്. ആ സാധ്യത ഏറെയുള്ള സ്ഥലത്തിൽ പൗലോസ്ലീഹ ചോദിക്കാൻ, നിങ്ങൾ ആരുടെ അടിമയാണ്? നിങ്ങൾ ആരുടെ കീഴിലാണ്? കൃപയ്ക്ക് കീഴിലാണോ അതോ നിങ്ങൾ നിയമത്തിൻ്റെ കീഴിലാണ്? നമ്മൾ പലപ്പോഴും നിയമത്തിൻ്റെ കീഴിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ നിയമം പാലിക്കുന്നത്. നമ്മുടെ മുമ്പിൽ തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മാറാൻ വേണ്ടി നിയമം എങ്ങനെ നമ്മളെ സംരക്ഷിക്കും, നിയമം നമുക്ക് എന്ത് സംരക്ഷണമാണ് തരുന്നത് നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത്. അങ്ങനെയാണ് ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യരും. ഒരു പുരോഹിതൻ തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വീഴ്ച വരുമ്പോൾ, അല്ല പുരോഹിതനെതിരെ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ആ പുരോഹിതൻ്റെ ആ ജീവിതത്തിൽ എനിക്ക് ലഭിക്കാവുന്ന നിയമ സാധുതകളും സംരക്ഷണങ്ങളും അന്വേഷിക്കാറുണ്ട്. ഒരു വ്യക്തി അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നിയമത്തിൻ്റെ പിന്നിൽ പോയി അതിനൊരു നീതി കിട്ടാൻ ആഗ്രഹിക്കുക. എന്നാൽ പലപ്പോഴും നമ്മൾ നോക്കിയ നിയമത്തിൻ്റെ പിന്നിൽ പോയി നീതി കിട്ടുന്നതിന് പകരം നമ്മൾ പലപ്പോഴും വേദനിക്കാറുണ്ട്. ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നീതി നിഷേധിക്കപ്പെടുന്നുണ്ട്. ഇതൊരു കാലഘട്ടത്തിൻ്റെ അവസ്ഥയാണ്. നീതി നിഷേധിക്കപ്പെട്ട അനേകം ആളുകളുണ്ട്. കാരണം നിയമത്തിന് അതിൻ്റെ സാധ്യതകൾ പലപ്പോഴും തെളിയിക്കപ്പെടുന്നത് തെളിവുകളിലൂടെയാണ്. അപ്പോൾ അതിന് തക്കതായ ആധാരങ്ങൾ വെച്ചും തെളിവുകൾ വെച്ചും നിയമം അതിൻ്റെ വഴിക്ക് പോകുമ്പോൾ പലപ്പോഴും നീതി നിഷേധിക്കപ്പെടുവാൻ സാധ്യത ഏറെയാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അത് ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടറിഞ്ഞതാണ്. എന്നാൽ ഇവിടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അംശം അവന് കിട്ടേണ്ടത് കൃപയിൽ നിന്നാണ്. എന്ന് വെച്ചാൽ അവന് നിയമത്തിൽ നിന്നും ലഭിക്കേണ്ടതിനേക്കാളും അധികമായി അവന് ലഭിക്കേണ്ടത് അവൻ ആയിരിക്കുന്ന അവസ്ഥയിൽ, കൃപയുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട്, യേശുക്രിസ്തുവാകുന്ന കൃപയിൽ നിന്നുകൊണ്ട് ലഭിക്കുന്ന നീതിയാണ് അവനെ രക്ഷയിലേക്ക് ചെന്നെത്തിക്കുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യന് നീതി കിട്ടുമ്പോൾ ആ നീതിയെ ഉൾക്കൊള്ളാൻ ഈ ലോകത്തിന് സാധിക്കില്ല. അതാണ് യേശുക്രിസ്തു പറഞ്ഞത്, ലോകം എന്നെ എതിർത്തതുപോലെ നിങ്ങളെയും ഈ ലോകം എതിർക്കും. കാരണം യേശുക്രിസ്തുവിൻ്റെ നീതി എന്ന് പറയുന്നത് തുല്യമായ നീതിയാണ്. അർഹതപ്പെട്ടവന് അർഹിക്കുന്ന രീതിയിൽ കൊടുക്കുന്ന നീതിയാണ് യേശുക്രിസ്തുവിൻ്റെ. പക്ഷെ അത് ലോകത്തിൻ്റെ കണ്ണിൽ ചിലപ്പോൾ അത് ഉൾക്കൊള്ളണമെന്നില്ല. ഒത്തിരി ഉദാഹരണം നമുക്കറിയാം. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ വ്യഭിചാരിണിയായി പിടിക്കപ്പെട്ട സ്ത്രീയുടെ ആ ലോകത്തിൻ്റെ നീതി എന്ന് പറയുന്നത് അവളെ കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളതാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ നീതി നേരെ തിരിച്ചാണ്. യേശുക്രിസ്തു നീതി അവളെ സംരക്ഷിക്കപ്പെടുക. എന്തുകൊണ്ട് ഇവൾ ഇങ്ങനെ ആയിത്തീർന്നു? അവൾക്ക് ഈ ലോകം തരുന്ന നീതിയേക്കാൾ വലുത് ദൈവത്തിൻ്റെ കൃപയിൽ നിന്നുകൊണ്ട് അവൾക്കൊരു നീതി കൊടുക്കണം. ആ നീതിയാണ് അവൾ എവിടെ എത്തിച്ചത്? കാൽവരി ക്രൂശിൽ എത്തിച്ചത്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവർ, ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ഞാൻ ആരുടെ നീതിയാണ് അന്വേഷിക്കുന്നത്? എനിക്ക് നിയമം തരുന്ന പരിരക്ഷയാണോ സാധുതയാണോ എന്നെ രക്ഷയിലേക്ക് എത്തിക്കുന്നത്? എനിക്ക് നീതി സ്വന്തമാക്കാൻ സാധിക്കും. മറിച്ച് അതിനപ്പുറത്ത് യേശുക്രിസ്തുവാകുന്ന കൃപയിൽ നിന്നുകൊണ്ട് എനിക്ക് ലഭിക്കുന്ന ഒരു നീതിയുണ്ട്, ഒരു സംരക്ഷണമുണ്ട്. ആ സംരക്ഷണമല്ലേ യഥാർത്ഥത്തിൽ എനിക്ക് വലുതായി തോന്നേണ്ടത്. എന്നാൽ നമ്മൾ ചിന്തിച്ച് ചോദിക്കുക പ്രിയമുള്ള, ക്രൈസ്തവ സഭ, ക്രൈസ്തവ മക്കൾ ആരുടെ പിന്നിലാണ്? ആരുടെ നീതി അന്വേഷിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്?
ഈ ലോകം തരുന്ന നിയമത്തിൻ്റെ നീതി അന്വേഷിച്ചാണ് നമ്മൾ പലപ്പോഴും പോകുന്നത്. മറിച്ച് എൻ്റെ ദൈവം വേദപുസ്തകത്തിൽ എനിക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്ന എല്ലാ നീതിയും നിയമങ്ങളും ഇതിനകത്ത് ഉണ്ടായിട്ടും നമുക്ക് വലുത് ഈ ലോകം തരുന്ന നിയമത്തിൻ്റെ പിന്നിൽ പോകുന്നതല്ലേ. അതോടുകൂടി ക്രൈസ്തവ സഭ അധപതിച്ചില്ലേ ഈ ലോകത്തിൽ. നമുക്ക് എന്ത് സാക്ഷിയാണ് പുറത്തു പറയാനുള്ളത്? നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിൻ്റെ നിയമത്തിനും ദൈവത്തിൻ്റെ കൃപയിൽ നിന്നുകൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കാതെ വരുന്ന ക്രൈസ്തവ സഭാ നേതാക്കന്മാരും സഭാ മക്കൾക്കും പിന്നെ എന്ത് സാക്ഷിയാണ് നമുക്ക് കൊടുക്കാനുള്ളത്? പൗലോസ് ശ്ലീഹ ചോദിക്കുക, നിങ്ങൾ ആരുടെ അടിമയാണ്? നിങ്ങൾ ഒരാൾക്ക് സമർപ്പിക്കപ്പെട്ടാൽ നിങ്ങൾ അവൻ്റെ അടിമയാണ്. എന്നിട്ട് പറയാൻ ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിൻ്റെ അടിമകൾ. അപ്പോൾ ഈ ലോകത്ത് 2 തരം അടിമകളാണ്. ഒന്ന് മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ അടിമകൾ, 2 നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിൻ്റെ അടിമകൾ. അപ്പോൾ പാപത്തിൻ്റെ അടിമകളുണ്ട്, അനുസരണത്തിൻ്റെ അടിമകളുണ്ട്. അത് പാപത്തിൻ്റെ അടിമകൾ ചെന്നെത്തുന്നത് മരണത്തിലേക്കാണ്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ തന്നെ പറയുന്നത് പാപത്തിൻ്റെ ശമ്പളം മരണമത്ര എന്ന് അവൻ പറയാൻ കാരണം അതുകൊണ്ടാണ്. അപ്പോൾ എന്നെ നയിക്കുന്ന ഒരു വ്യക്തിത്വം, അല്ലെങ്കിൽ ഞാനാകുന്ന വ്യക്തി ആരുടെ പാപത്തിൻ്റെ അടിമയാണോ അതോ അനുസരണത്തിൻ്റെ അടിമയാണ്? അനുസരണത്തിൻ്റെ അടിമ എന്നും യേശുക്രിസ്തുവിൻ്റെ കൃപയുടെ കീഴിൽ നിൽക്കുന്നവരാണ്. യേശുക്രിസ്തു പറയുന്ന കാര്യങ്ങൾ അതേപടി അനുസരിച്ച് നീതിയുടെ മാർഗം തേടി പോകുന്നവരാണ്. നീതിയുടെ മാർഗം എന്ന് പറഞ്ഞാൽ തുല്യനീതിയാണ്. നമ്മൾ മനസ്സിലാക്കണം, നീതി എന്ന് പറഞ്ഞാൽ തുല്യമായി കിട്ടുക, എല്ലാവർക്കും ലഭിക്കപ്പെടുന്ന, എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന, അതാണ് തുല്യമായ നീതി എന്ന് പറയുന്നത്. അത് ലോകം ചിലപ്പോൾ അംഗീകരിക്കണമെന്നില്ല. നമ്മുടെ ഭാഗികമായ കണ്ണുകൊണ്ട് കാണുമ്പോൾ ചിലപ്പോൾ തെറ്റായിരിക്കാം. അതല്ല നമുക്ക് കണ്ടത്, വ്യഭിചാരിണിയായ സ്ത്രീയെ പിടിക്കപ്പെട്ടപ്പോൾ ബാഹ്യമായ കണ്ണുകൊണ്ട് യഹൂദ ജനം കണ്ടത് തെറ്റാണ്, കാരണം അവൾ ചെയ്ത് തെറ്റല്ലേ. എന്നാൽ യേശുക്രിസ്തു നീതിയുടെ മാർഗത്തിൽ നിന്നുകൊണ്ട്, യേശുക്രിസ്തു കൃപയിൽ നിന്നുകൊണ്ട് ഒരു ആത്മീയമായ ഒരു അവസ്ഥ, ഒരു ഡിസിഷൻ എടുത്തപ്പോൾ അവളെ നീതിയുടെ അനുസരണത്തിൻ്റെ മാർഗത്തിലേക്ക് അവളെ ചെന്നെത്തിക്കാൻ സാധിച്ചു. അതുകൊണ്ടല്ലേ അവൾ പാപം ഉപേക്ഷിച്ച് കർത്താവിൻ്റെ പിന്നാലെ പോകാൻ സാധിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ ആരുടെ അടിമയാണ്? പാപത്തിൻ്റെ, ഈ ലോകം തരുന്നതായ മരണത്തിലേക്ക് നയിക്കപ്പെടുന്ന പാപത്തിൻ്റെ അടിമകളാണോ അതോ അനുസരണത്തിൻ്റെ, നീതിയുടെ മാർഗം നയിക്കുന്ന അനുസരണത്തിൻ്റെ അടിമകളാണ്? നമുക്കറിയാം ഈ ലോകത്തിൻ്റെ പാപം നമ്മളെ വേട്ടയാടാൻ, ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ യുവാക്കന്മാർ, കുഞ്ഞുങ്ങൾ വരെ ഈ കാലഘട്ടത്തിൽ എത്രയും പെട്ടെന്ന് അതിൽ ചെന്ന് വീഴുന്ന ഒരവസ്ഥയാണിന്ന്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ ഞാൻ ആരുടെ അടിമയാണ്? ശാന്തമായിരുന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്ന് ചോദിക്കണം, കർത്താവേ, ഞാൻ നീതിയുടെ മാർഗത്തിലൂടെ നയിച്ച് അനുസരണത്തിൻ്റെ അടിമയാണോ? നീതിയുടെ മാർഗത്തിൽ നയിച്ചാൽ ഉറപ്പായിട്ടും അവൻ അനുസരണമുള്ളവനായിത്തീരും. കാരണം ക്രിസ്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പാലിക്കുവാനും പാലിച്ചുകൊണ്ട് ജീവിതം കൊണ്ടുപോകുവാനും മുന്നിട്ട് ഇറങ്ങുന്ന വ്യക്തിയെ വിളിക്കേണ്ടതാണ് ക്രിസ്ത്യാനി എന്ന്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മളെല്ലാം ക്രിസ്ത്യാനി എന്നാണ് വിളിക്കുന്നത്. എന്നെയും നിങ്ങളെയും വിളിക്കുന്നത്, എന്നെ ക്രൈസ്തവ പുരോഹിതനെന്നും നിങ്ങൾ ക്രിസ്ത്യാനി എന്നാണ് വിളിക്കുന്നത്. അതിന് നമുക്ക് അർഹതയുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ആ ജീവിതമാണോ നയിക്കുന്നതെന്ന് ചിന്തിച്ചാൽ അനുസരണത്തിൻ്റെ മാർഗത്തിലൂടെ പോകുന്നവരല്ലേ വിളിക്കേണ്ടേ ക്രിസ്ത്യാനി? ഇത് ക്രിസ്തുവിനെ അനുഗമിച്ചവർ, അവൻ്റെ അനുയായികൾ വിളിക്കേണ്ട പേരല്ലേ ക്രിസ്ത്യാനി. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ആരുടെ അടിമയാണ്? പാപത്തിൻ്റെ ആണോ അനുസരണത്തിൻ്റെ ആണോ? വീണ്ടും 17-ാം വാക്യം പൗലോസ് ശ്ലീഹ പറഞ്ഞു, ഒരിക്കൽ നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നെങ്കിലും നിങ്ങൾക്ക് ലഭിച്ച പ്രബോധനം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് മോചിതരായി നിങ്ങൾ നീതിക്ക് അടിമകളായതിനാൽ ദൈവത്തിന് നന്ദി. പൗലോസ് ശ്ലീഹ സന്തോഷം കൊണ്ട് പറയുകയാണ്. റോമാ സഭയ്ക്ക് പറയാം, റോമായിലുള്ള ആ മക്കളോട് പറയുക, നിങ്ങൾ ഒരു കാലത്ത് പാപത്തിന് അടിമകളായിരുന്നു. ആ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇതാ ഹൃദയപൂർവ്വം നിങ്ങൾ പ്രബോധനം സ്വീകരിച്ചപ്പോൾ, പ്രബോധനം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രബോധനം. വിശ്വാസം എന്നത് യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. പൗലോസ് ശ്ലീഹ പറയാണ്, വിശ്വാസം എന്ന കേൾവിയിൽ നിന്ന്, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നും പ്രബോധനത്തിൽ നിന്നുമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാലത്ത് ഈ പാപത്തിന് അടിമകളായിരുന്നു. ഞാനൊക്കെ അങ്ങനെയായിരുന്നു. ഞാൻ തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്.
ഞാൻ പലപ്പോഴും തമിഴ്നാടിൻ്റേതായ എല്ലാ ഇതിലും ജീവിച്ച വ്യക്തിയാണ്, ചെറുപ്പം മുതൽ അവിടെ വളർന്നുകൊണ്ട്. പക്ഷേ പ്രബോധനത്തിലൂടെ, ക്രിസ്തുവിൻ്റെ പ്രസംഗത്തിലൂടെ, ക്രിസ്തുവിൻ്റെ മാർഗത്തിലൂടെ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ വഴി കണ്ടെത്തിയ, ഞാൻ പോയ വഴികൾ അത് പാപത്തിൻ്റെ വഴികളാണെന്ന് എനിക്ക് ബോധ്യം കിട്ടിയപ്പോഴാണ് പ്രിയമുള്ളവരെ എനിക്ക് പശ്ചാത്താപം, അനുതാപം ഉണ്ടാകുന്നത്. അതിൽ നിന്ന് വേർതിരിയാൻ, മാറാൻ, ഒരു യൂട്ടേൺ എടുക്കാൻ സാധിച്ചപ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രിയമുള്ളവർ നമ്മുടെ എല്ലാം പഴയ ജീവിതം പരിശോധിക്കുമ്പോൾ എവിടെയൊക്കെയോ പാപത്തിന് നമ്മൾ അടിമകളായിരുന്നിട്ടില്ലേ? എന്തിന് ഇപ്പോഴും നമ്മൾ രഹസ്യത്തിൽ പാപത്തിന് അടിമകളല്ലേ? ആരും കാണാതെ, ആരും അറിയാതെ ഞാനും നിങ്ങളും ചെയ്യുന്ന ചില രഹസ്യ പാപങ്ങൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്ന ആരും അറിയുന്നില്ല എന്നാണ്. പക്ഷേ സൂര്യനേക്കാളും ശക്തിയുള്ള, കാഴ്ചയുള്ള ഒരു ദൈവം നമുക്കുണ്ടല്ലോ. എന്നിട്ടും അവൻ നമ്മളെ സ്നേഹിക്കുന്നില്ലേ? നീ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവം, അവൻ നമ്മോട് ചോദിക്കുകയാണ്, നീ ഒരു കാലത്ത് പാപത്തിന് അടിമയായിരുന്നു, പക്ഷെ പ്രബോധനം നീ കേട്ടപ്പോൾ, എന്നെക്കുറിച്ചുള്ള വചനം നീ കേട്ടപ്പോൾ, എന്നെ നീ രുചിച്ചറിഞ്ഞപ്പോൾ, അനുഭവിച്ചറിഞ്ഞപ്പോൾ നീ എന്തായി തീർന്നു? പാപത്തിൽ നിന്ന് മോചിതരായി. നിങ്ങൾ ആർക്ക് അടിമയായി? നീതിക്ക് അടിമയായി. എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിന് നമ്മൾ അടിമകളാണ്. ഓരോ ക്രൈസ്തവനും വിശ്വാസിയും ആർക്ക് അടിമയാണ്? ക്രിസ്തുവിന് അടിമയാണ്. അടിമയെന്ന് പറഞ്ഞാൽ സ്ലേവ് എന്ന് പറഞ്ഞാൽ അത്ര മോശമല്ല പ്രിയമുള്ളവർ. നമുക്ക് ഭൗതികമായി നോക്കുമ്പോൾ നമുക്ക് മോശമാണ്. ഞാൻ ഒരാളുടെ അടിമയായിട്ട് എങ്ങനെ ഇരിക്കും? നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ വഴക്ക് പിടിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ നിങ്ങളുടെ അടിമയൊന്നുമല്ല, എനിക്ക് എൻ്റേതായ സ്വാതന്ത്ര്യമുണ്ട്. അത് നമുക്ക് വേദന ഉളവാക്കുന്നതാണ്. പക്ഷെ ക്രിസ്തുവിൻ്റെ അടിമയാണെന്ന് പറയാൻ അഭിമാനം കൊള്ളുന്നവരായിരിക്കണം ക്രൈസ്തവർ. എന്ന് നമുക്ക് ആരുടെ അടിമയായിരിക്കാൻ ആഗ്രഹിക്കാത്തവരാണ്. നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെല്ലാം സ്വാതന്ത്ര്യമുള്ളവരാണ്. എനിക്ക് എൻ്റേതായ വിൽ പവറുണ്ട്, എനിക്ക് എൻ്റേതായ ഇച്ഛാശക്തിയുണ്ട് എന്നെല്ലാം ചിന്തിക്കുന്നവരാണ്. പക്ഷേ ഓരോ വിശ്വാസിയും, പൗലോസ് പറയും, നിങ്ങൾ നീതിയുടെ അടിമയാണ്, ക്രിസ്തുവിൻ്റെ അടിമയാണ്. അങ്ങനെ ആ അടിമകളായി തീർന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുക. പിന്നെ പറയും, നിങ്ങളുടെ പരിമിതി നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ സംസാരിക്കുകയാണ്. ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ അവയെ വിശുദ്ധീകരണത്തിനു വേണ്ടി നീതിക്ക് അടിമകളായി സമർപ്പിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന രഹസ്യപാപങ്ങൾ ആരും അറിയുന്നില്ല എന്ന് ചിന്തിച്ച് എത്രയോ രഹസ്യപാപങ്ങളുടെ കൂമ്പാരങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും. അതിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം? അതിൽ നിന്നും പിന്തിരിയണം. ഇപ്പോൾ അവയെ വിശുദ്ധീകരണത്തിനു വേണ്ടി നീതിക്ക് അടിമകളായി സമർപ്പിക്കുക. അത് വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കും. അവിടെയാണ് ഒരു വിശ്വാസിയുടെ ഒരു ജീവിതത്തിൻ്റെ അവൻ്റെ വിജയം എന്ന് പറയുന്നതാണ്. പഴയകാല ജീവിതത്തിൽ നിന്നും പിന്തിരിഞ്ഞുകൊണ്ട്, വിശുദ്ധീകരിച്ചുകൊണ്ട്, നീതീകരണത്തിൻ്റെ അടിമകളായി മാറി അത് വിശുദ്ധിക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്വർഗതുല്യമായ അനുഭവമായി മാറണം ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് പലപ്പോഴും ക്രൈസ്തവ ജീവിതം വേദനയുടെ ജീവിതമായി മാറുക, മുറിവിൻ്റെ ജീവിതമായി മാറുന്നു, അല്ലെങ്കിൽ സന്തോഷമില്ലാത്ത, ആനന്ദമില്ലാത്ത ഒരു ജീവിതമായി പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യാണ്. കാരണം എൻ്റെ ആഗ്രഹങ്ങൾ നടക്കുന്നില്ല, എൻ്റെ ഇഷ്ടം എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്കൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആണ്, ഞാൻ അതുകൊണ്ട് എല്ലാറ്റിനും എതിരാണ്. നമ്മുടെ യുവതിയുവാക്കന്മാരോട് ചില കാര്യങ്ങൾ പറയും, നമ്മുടെ കുഞ്ഞുങ്ങളോട് തന്നെ ചെറുപ്പം തൊട്ടൊന്ന് പറഞ്ഞു നോക്കണം നിങ്ങൾ. ചില കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ മുഖഭാവം മാറുന്നതും അതിനെതിരായി പ്രവർത്തിക്കും നമുക്ക് കാണാൻ സാധിക്കും. അത് ദേവാലയത്തിലാണെങ്കിലും, ഭവനത്തിലാണെങ്കിലും, സഭയിലാണെങ്കിലും, സമൂഹത്തിലാണെങ്കിലും നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? അന്ന് അശുദ്ധിക്കൊക്കെ നിങ്ങൾ വിട്ടുകൊടുത്തു. പഴയതെല്ലാം പോട്ടെ, നമ്മുടെ ലൈഫിൽ സംഭവിക്കാമെന്നല്ല സംഭവിച്ചിട്ടുണ്ട്. തെറ്റും കുറവുകളും ബലഹീനതയുള്ള മനുഷ്യരാണ് ഞാനും നിങ്ങളും എന്ന് ദൈവത്തിന് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് ഇന്നും എന്നെയും നിങ്ങളെയും ദൈവം സ്നേഹിക്കുന്നത്. അതിൽ നിന്നും ദൈവം ഒരു മാറ്റം പൗലോസ് ലീഗ വഴി നമ്മോട് പറയുകയാണ്. നിങ്ങൾ പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു, പക്ഷെ ഇനി എന്ത് ചെയ്യണം? നീതിക്ക് സമർപ്പിക്കപ്പെടണം, വിശുദ്ധീകരിച്ചപ്പെട്ട അടിമകളായി, ദൈവത്തിൻ്റെ അടിമകളായി, നീതിയുടെ അടിമകളായി നിങ്ങൾ മാറും. നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നപ്പോൾ നീതിയുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു. നമ്മൾ പാപത്തിലായിരുന്നപ്പോൾ നീതി എന്ന് ക്രിസ്തുവിൻ്റെ നിയന്ത്രണത്തിലല്ല. ജസ്റ്റിസ്, നീതി, ഞാനാണ് വഴിയും സത്യവും ജീവനും അല്ലാതെ യേശുക്രിസ്തു പറയുമ്പോൾ
അപ്പോൾ ദൈവത്തിൻ്റെ ഒരു റോള് നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ, പണ്ട് കാലങ്ങളിൽ നിങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു, പക്ഷേ അന്ന് നിങ്ങൾ ദൈവത്തിലെല്ലാവരും നീതിയുടെ നിയമത്തിനല്ലാത്തതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ലജ്ജാവഹമായി തോന്നുന്ന അക്കാര്യങ്ങളിൽ നിന്ന് അന്ന് നിങ്ങൾക്ക് എന്ത് ഫലം കിട്ടി? അവയുടെ അവസാനം മരണമാണ്. നമ്മൾ ചിന്തിച്ച് നോക്കിയ പൗലോസ്ലേഹ ചോദിക്കുകയാണ്, നിങ്ങൾ അന്ന് അങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എന്ത് ഫലം കിട്ടി? നമ്മളൊരു പക്ഷേ പാപത്തിൽ തുടർന്നതുകൊണ്ട്, പാപത്തിൽ ജീവിച്ചതുകൊണ്ട് നമുക്ക് എന്ത് ഫലമാണ് കിട്ടിയത്? മരണമല്ലേ കിട്ടിയത്? ഇവിടെ പറയുകയാണ്, മരണമല്ലേ നിങ്ങൾ കിട്ടിയത്? അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത്, അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് മരണമല്ലേ? അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനുമാണ്. 2 കാര്യങ്ങൾ പൗലോസ്ലേഹ നമ്മെ ഓർമ്മപ്പെടുത്താൻ. എന്താണെന്നറിയോ? ഇതിൽ നിന്നാൽ നിങ്ങൾ നീതിക്ക് അടിമകളായി തീർന്നാൽ, യേശുക്രിസ്തുവിന് അടിമകളായി തീർന്നാൽ നിങ്ങൾക്ക് ലഭിക്കും 1 വിശുദ്ധീകരണം, 2 അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് നിത്യജീവനാണ്. അപ്പോൾ ഈ 2 അനുഭവത്തിലേക്ക് ഒരു ക്രിസ്ത്യാനി, ഒരു വിശ്വാസിക്ക് എത്തിച്ചേരുമ്പോൾ അവൻ സ്വർഗതുല്യമായ ഒരു അവസ്ഥയിലായിത്തീരും. ഇന്ന് നമുക്കത് കിട്ടാത്തതിന് കാരണം, 1 വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിലില്ല. ഈ പാപത്തെക്കുറിച്ച് അല്ലെങ്കിൽ വഴിതെറ്റിപ്പോയ അവസ്ഥകളെക്കുറിച്ച്, അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുവാനും അനുതപിക്കുവാനും അതിൽ നിന്നൊരു വിശുദ്ധീകരണം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, അതിന് നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ, ഇതാ ദൈവം പറയാണ്, നിങ്ങൾക്ക് നിത്യജീവൻ ഉറപ്പാണ്. അതിൻ്റെ അവസാനം നിങ്ങൾ നിത്യജീവന് കിട്ടും. സന്തോഷമാണ് അവിടെ. യേശുക്രിസ്തുവിനെ അറിയുക എന്നുള്ള നിത്യജീവൻ. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയും, അങ്ങയച്ച യേശുക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ എന്ന്. അപ്പോൾ നിത്യജീവൻ അനുഭവം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ അറിഞ്ഞ് അവൻ്റെ കൂടെ ജീവിക്കുക, നിത്യം ജീവിക്കുക. നമ്മുടെ മരണം തന്നെ ഇല്ലാതെയായിത്തീരും. നമ്മൾ മരിച്ചാലും, ഈ ലോകത്തിലെ എൻ്റെ ഈ ലോക ജീവിതം വിട്ടുപോയാലും ഞാൻ എന്നും ജീവിക്കുന്നവനായി മാറും. അതാണ് വിശുദ്ധന്മാരും ശുദ്ധിമതികളും. അവർ മരിച്ചിട്ടും അവരുടെ പേര് ഇന്ന് നിലനിൽക്കുകയാണ്. ദേവാലയങ്ങളായി നമ്മളെ ദൈവം വിളിച്ചപ്പോൾ നിങ്ങൾ ദേവാലയങ്ങളാണെന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആ വിശുദ്ധൻ്റെയും ശുദ്ധിമതികളുടെയും പേരുകൾ സ്വീകരിച്ചുകൊണ്ട് വീണ്ടും ജീവിക്കുകയാണ്. ആ വിശുദ്ധൻ ഈ ഭൂമിയിൽ പരിമല കൊച്ചു തിരുമേനി ഇന്നും ജീവിക്കുകയാണ്. ഗ്രിഗറി എന്ന പേരിൽ, കോതമംഗലം ബെസേലിയസ് ബാവ ബേസിൽ എന്ന പേരിലും എൽദോ എന്ന പേരിലും, മഞ്ഞിനിക്കരയിലെ ഏലിയാസ് ബാവ ഇന്നും ജീവിക്കുകയാണ് ആരുടെയൊക്കെയോ നാമത്തിൽ. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്കും നമ്മൾ നല്ല ജീവിതം നയിച്ചാൽ, ഒരു വിശുദ്ധീകരണത്തിൻ്റെ ജീവിതം നയിച്ചാൽ, ഇവിടെ പൗലോസ്ലേഹ നമ്മോട് ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും നീതിയുടെ അടിമത്തത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ നിങ്ങൾക്ക് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനും നിങ്ങൾക്ക് ലഭിക്കും. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴിയുള്ള നിത്യജീവനും. ഇതാണ് പൗലോസ്ലീഹായിലൂടെ ദൈവം നമ്മോട് പറയാം. നിങ്ങൾ നിയമത്തിൻ്റെ കീഴിൽ നിന്നും നീതിയുടെ കീഴിലേക്ക് വരണം. നീതിയുടെ ഇതിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ പഴയ പാപങ്ങളെല്ലാം മാറുകയും അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും അനുതപിക്കുകയും ചെയ്തുകൊണ്ട് നീതിയുടെ മാർഗത്തിലേക്ക് ചെന്നെത്തുമ്പോൾ, നീതിയുടെ അടിമകളായി മാറുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണമാണ്. എന്നുവെച്ചാൽ നിങ്ങളെ വിശുദ്ധീകരിക്കപ്പെട്ട പുതിയ ജനതയായി ഞാൻ മാറ്റുമെന്ന് കർത്താവ് പറഞ്ഞ വാഗ്ദാനം, വചനം നമ്മളിലൂടെ പ്രാബല്യത്തിൽ വരികയാണ്. അത് നമുക്ക് ലഭിക്കുക. ആ വിശുദ്ധീകരണത്തിൻ്റെ അവസാനം, നിങ്ങൾ വിശുദ്ധീകരണം അതിൻ്റെ അവസാനം നിത്യജീവനും യേശുക്രിസ്തു വഴി ദൈവം നമുക്ക് തരുന്ന മറ്റൊരു വാഗ്ദാനമാണ് നിത്യജീവൻ. അപ്പോൾ അതിലേക്ക് എത്തിച്ചേരാൻ ഞാൻ യോഗ്യനായി തീരണമെങ്കിൽ ഇന്ന് നിങ്ങൾ ആരുടെ അടിമയായിരിക്കുന്നുവോ, ഏത് ലോകത്തിൻ്റെയും സൃഷ്ടവസ്തുക്കളുടെയും പാപത്തിൻ്റെ അടിമകളായിരിക്കുന്നുവോ അതിൽ നിന്നും നീ പിന്തിരിഞ്ഞുകൊണ്ട് നീതിയുടെ അടിമയായി മാറുകയും യേശുക്രിസ്തുവാകുന്ന രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യാം. നീതിയിൽ നിന്നും രക്ഷയിലേക്ക് എത്തിച്ചേരുമ്പോൾ, കൃപയിലേക്ക് എത്തിച്ചേരുമ്പോൾ രക്ഷയുടെ അനുഭവം നമുക്ക് ദൈവം വാഗ്ദാനം ചെയ്യുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ 2 അടിമകളാണ്. ഒന്ന് പാപത്തിൻ്റെ അടിമ, 2 അനുസരണത്തിൻ്റെ അടിമ. ഈ 2 അടിമത്തത്തിൽ ഏത് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു?
നീ അനുസരണത്തിൻ്റെ അടിമത്തത്തിലാണെങ്കിൽ നീ നീതിയിലൂടെ നീ വിശുദ്ധീകരിക്കപ്പെടുകയും നിനക്ക് കൃപയിൽ എത്തിച്ചേരുവാനും കൃപയിലൂടെ രക്ഷയുടെ അനുഭവത്തിലേക്കും നിത്യജീവനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇത് ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണുകളൊന്ന് അടച്ച് ഒന്ന് ധ്യാനിക്കുക കർത്താവിൻ്റെ തിരുസന്നിധിയിൽ. കർത്താവായ യേശുവേ, ഇന്ന് ഞാൻ ആരുടെ അടിമയാണ്? എൻ്റെ പൂർവ്വകാലങ്ങൾ, പൂർവ്വജീവിതങ്ങൾ ഞാൻ പരിശോധിക്കുമ്പോൾ ഞാൻ പലപ്പോഴും പലതിനും അടിമയായിട്ടുണ്ട്. പല പാപത്തിനും ഞാൻ അടിമപ്പെട്ട് ജീവിച്ചവനാണ്. എന്നാൽ ഇന്ന് വചനത്തിലൂടെ ദൈവം എനിക്ക് പറയുകയാണ്, നീ നീതിയുടെ അടിമയായി മാറുക. യേശുവിൻ്റെ അടിമയായി നീ മാറണം. ദൈവം എന്നെ വിളിക്കുകയാണ്. നിനക്ക് മനസ്സുണ്ടോ ഒന്ന് വിട്ടുകൊടുക്കുവാൻ? കർത്താവായ ദൈവമേ, ഇപ്പോൾ നിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അവരുടെ പഴയ ജീവിത രീതിയിൽ രൂപം കൊണ്ട എല്ലാ പാപാവസ്ഥയിൽ നിന്നും മാറി ദൈവത്തിൻ്റെ മകനും മകളുമായി ജീവിക്കുവാൻ കർത്താവെ, ഇവരെ ഇപ്പോൾ ഈ നിമിഷം അഭിഷേകം ചെയ്യണമേ. ഒരു കുടുംബത്തിൽ വന്നുപോയ കുറവുകൾ പൂർവ്വപിതാക്കന്മാരിലൂടെ, മാതാപിതാക്കന്മാരിലൂടെ, ആരുടെയെങ്കിലും ജീവിതത്തിലൂടെ ഈ കുടുംബത്തിൻ്റെ മേൽ കടന്നു വന്ന പാപ അവസ്ഥയിൽ നിന്നും നീതീകരിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ മകനും മകളുമായി രക്ഷയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേർന്ന് നിത്യജീവൻ അനുഭവിക്കുവാൻ ഈ മക്കളെ അവിടുന്ന് കൃപ കൊടുക്കാമെന്ന് പ്രാർത്ഥിക്കുന്നതാ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥൽ അഭയപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മക്കളുടെ മേലും നീ കൃപ ചൊരിയണമേ. സ്വന്തം അമ്മയായി സ്വീകരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് ലഭിക്കുവാനും ഞങ്ങളെ സ്വന്തം മക്കളായിട്ട് അമ്മയെ അവിടുന്ന് സ്വീകരിക്കണമേ. സകല വിശുദ്ധന്മാരും ശുദ്ധിമതി ഞങ്ങൾ ആരുടെ എല്ലാം നാമത്തിലാണ് മാമോദിസ മുങ്ങിയിരിക്കുന്ന ആ വിശുദ്ധൻ്റെയും ശുദ്ധിമതികളുടെയും മാധ്യസ്ഥം നേടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച യേശുക്രിസ്തു നാമത്തിൽ കൃപയോടെ കേൾക്കണമേ. ആമീൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസം നാം എല്ലാവരുടെ മേലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.